നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ ഫാസിസത്തിന്റെ ഭീഷണിക്കെതിരെ മതേതര മനസ്സുകൾ ഒന്നിക്കുന്നു. ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ ജനമനസ്സുകളെ ഒന്നിപ്പിച്ചു മുന്നേറുന്നതിൽ സംഘപരിവാർ ശക്തികൾക്ക് ആശങ്ക. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ മതേതര സമൂഹം ഏറ്റെടുത്തത് സമീപകാല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സുഹൃതമായി മാറുകയാണ്. പ്രവാചക ശ്രേഷ്ഠൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഉത്തർപ്രദേശിലെ കാൺപൂർ നടന്ന നബിദിന ഘോഷയാത്ര കടന്നു പോകുന്ന സ്ഥലത്ത് സ്ഥാപിച്ച ഐ ലവ് മുഹമ്മദ് എന്ന ബാനർ യാതൊരു പ്രകോപനവും ഇല്ലാതെ UP പോലീസ് നീക്കം ചെയ്ത നടപടിയിലുള്ള പ്രതിഷേധമായി ആരംഭിച്ച ക്യാമ്പയിൻ ജനാധിപത്യ മതേതര മനസ്സുകളും സോഷ്യൽ മീഡിയയും അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. UPയിലെ സംഘി പോലീസിന്റെ അപക്വമായ നിലപാടും നടപടിയും ഒട്ടേറെ മുസ്ലിങ്ങളെ വേട്ടയാടിയതിലുള്ള പ്രതിഷേധവും ക്യാമ്പയിനിൽ പ്രകടമായി. UPയിലെ കാൺപൂരിൽ സെപ്റ്റംബർ 4 നടന്ന നബിദിന റാലിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട ഐ ലവ് മുഹമ്മദ് എന്ന ബാനർ നീക്കം ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ 25 പേർക്കെതിരെയാണ് UP പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്തു ജയിലിൽ അടക്കുകയും ചെയ്തത്. റാലിയിൽ പങ്കെടുക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തവരെയും കള്ളക്കേസുകളിൽ കുടുക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. നബിദിന റാലി അലങ്കോലപ്പെടുത്തുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത കാൺപൂർ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്ത IMC മേധാവി മൗലാന തൗക്കീർ റാസ ഖാനെ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെയും സ്ഥാപനങ്ങൾ ഇടിച്ചു നിരത്തുകയും ചെയ്തത് പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടിയതായാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ കാൺപൂരിലെ റാവത്പൂർ എന്ന സ്ഥലത്ത് നടന്ന ചെറിയൊരു സംഭവം ഇന്ന് വലിയ വിഷയമായി ലോകത്താകമാനം ചർച്ചയാകും വിധം വളർത്തിയത് UPയിലെ ഫാസിസ്റ്റ് ഭരണകൂടവും പോലീസും ആണെന്നാണ് നിഷ്പക്ഷ സമൂഹം വിലയിരുത്തുന്നത്. ഇസ്ലാം മതവിദ്വേഷവും വർഗീയ മനസ്സും വികലചിന്തയും ഒരുമിച്ച് കൂടിയപ്പോൾ നാടാകെ സംഘർഷഭരിതമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. UPയിൽ നിന്ന് ആരംഭിച്ച ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ ഉത്തരാഖണ്ഡിലും മഹാരാഷ്ട്രയിലും തെലുങ്കാനയിലും ഗുജറാത്തിലും വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. BJP സർക്കാരുകൾ ഭരിക്കുന്നിടത്ത് ഈ വിഷയം വർഗീയ സംഘർഷം ആക്കി മാറ്റാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതേസമയം സംഘപരിവാറിന്റെ ദുഷ്ടലാക്കോടെയുള്ള പ്രവർത്തനങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ മതേതര മനസ്സുകളുടെ യോജിപ്പ് കൊണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ആസന്നമായ ബീഹാർ തിരഞ്ഞെടുപ്പിൽ പരാജയം മണക്കുന്ന BJP സഖ്യം ഏതു വിധേനയും അധികാരത്തിൽ തുടരാൻ വർഗീയ കാർഡിറക്കി കളിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനെതിരെ രംഗത്ത് വരുന്നതെന്നും കലാപശ്രമം നടത്തുന്നത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ജാതി മത കക്ഷി രാഷ്ട്രീയ വർഗവർണ്ണ ഭാഷ ഭേദമന്യേ ഭാരതീയർ ഒന്നടങ്കം ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ ഏറ്റെടുക്കുന്ന മനോഹരമായ കാഴ്ചക്കാണ് ഇന്ത്യ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയും ഫാസിസത്തിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ക്യാമ്പയിൻ ഏറ്റെടുക്കുകയും ചെയ്തത് സംഘപരിവാർ ശക്തികൾക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒന്നടങ്കം BJPയുടെയും സംഘപരിവാറിന്റെയും വർഗീയ ഫാസിസ്റ്റ് നിലപാടിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളതും പ്രത്യാശ നൽകുന്നു. ഇന്ത്യൻ ഭരണഘടന പൗരന് നൽകുന്ന മൗലിക അവകാശമായ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ നടപടി സമൂഹ മനസാക്ഷിയെ നെട്ടിക്കുന്നതും ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന് കളങ്കം ഏൽപ്പിക്കുന്നതും ആണെന്നാണ് ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ള ഉന്നതർ അഭിപ്രായപ്പെടുന്നത്. പ്രവാചക ശ്രേഷ്ഠൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കാണാൻ അസഹിഷ്ണുത കൈമുതലായി ഭരിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. ലോകത്തിനാകെ അനുഗ്രഹമായാണ് പ്രവാചക ശ്രേഷ്ഠൻ മുഹമ്മദ് നബിയുടെ ജനനം എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ സ്നേഹത്തിന്റെയും സകല നന്മയുടെയും വിളനിലമായ പ്രവാചകരെ കൂടുതൽ പഠിക്കുവാനും അറിയുവാനും വിജ്ഞാന കുതുകികൾക്ക് വർഗീയ ഫാസിസ്റ്റുകളുടെ വികലമായ പ്രവൃത്തിയിലൂടെ സാധിച്ചതായി വിദ്യാഭ്യാസ വിചക്ഷണരുടെ വിലയിരുത്തലും ഇതോടകം പുറത്തു വന്നിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഒരു തരംഗമായി മാറിയ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലോകമാകെ ഗുരുവായ പ്രവാചക ശ്രേഷ്ഠൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം തന്റെ സർവ്വസ്വത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.